ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഡൽഹിയിൽ നിന്നും ശ്രീല പിള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി.ജെ.പിക്ക് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആകെ ഒരു പുകയും വെടിയും ഒക്കെയാണ്. എന്താണ് ശ്രീലയുടെ ഒരു വിലയിരുത്തൽ? പ്രീത, കേരളത്തിലെ ബി.ജെ.പിയിലോ അല്ലെങ്കിൽ ബി.ജെ.പിക്കോ ഒന്നും സംഭവിക്കില്ല എന്ന കാര്യം വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിക്കാനായി മാധ്യമങ്ങൾ പൊതുവേ സാധാരണഗതിയിൽ പണിയെടുക്കാറുണ്ട്. CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഒന്നും സീറ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഒന്നും തന്നെ ഒരു ചർച്ചയിൽ അവസാനിപ്പിക്കുന്ന കാര്യം 2-3 ദിവസമായി ബി.ജെ.പി നേതാക്കളെ നോക്കി പരക്കം പാഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ മൈക്കുമായിട്ട് നടക്കുകയാണ്. അതിന് കാരണം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളല്ല. ഇപ്പോഴത്തെ ഈ സൃഷ്ടിക്ക് കാരണം മാധ്യമങ്ങളല്ല എന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങളെ കൂടി വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ തന്നെയുള്ള ചിലർ നടത്തുന്ന ചില പ്രശ്നങ്ങളാണ്, അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇതിന് ആക്കം കൂട്ടുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഏതാണ്ട് 2-3 വർഷമായി ചിലർ ഇങ്ങനെ കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്നും പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്നും ഞാനാണ് ഇതിന് ഏറ്റവും യോഗ്യ എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ചിലർ സംസ്ഥാന പ്രസിഡന്റ് പദവി ലക്ഷ്യമിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി പദം ലക്ഷ്യമിട്ടും ചിലർ നടക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ചിലർ ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തുടക്കം മുതൽ തന്നെ ഇതിന് ഒരു ആക്കം കൂട്ടാൻ ഇവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്ത് കാണുന്നത് ഇപ്പോൾ ശിവരാജേട്ടന്റേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്. ബി.ജെ.പിയിലുള്ള ശിവരാജൻ എന്ന് പറയുന്ന ദേശീയ സമിതി അംഗം പറഞ്ഞ ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പലരും പുറത്തു വരുന്നത്. ശിവരാജേട്ടനെ സംബന്ധിച്ചിടത്തോളം ശിവരാജേട്ടൻ പണ്ട് മുതൽ പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ അടക്കമുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാർ അല്ല നല്ല സ്ഥാനാർത്ഥി, അതിലും അപ്പുറം ഏതോ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ചിലർ മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രശ്നങ്ങളും അണികളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കി. ബി.ജെ.പിയുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടും ബി.ജെ.പിയിലെ തന്നെ ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ വോട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? വോട്ട് ചോർച്ചയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആയ ഒരാൾ കുറെ വോട്ട് നഷ്ടപ്പെട്ടു, ഏതാണ്ട് 18,000 ഒക്കെയാണ് ഇപ്പൊ ഇവർ കണക്ക് പറയുന്നത്. പലരും പറയുന്നത് 18,000, 15,000 ഒക്കെയാണ് കണക്ക് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള ഈ ശ്രീധരനെ പോലുള്ള ഒരാൾ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പോലും തോൽപ്പിച്ച സ്ഥലമാണ് പാലക്കാട്. അവിടെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ തന്നെയാണ് കഴിഞ്ഞ തവണയും സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്. ഇത്തവണ കൃഷ്ണകുമാർ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ SDP അടക്കമുള്ളവരുടെ ഏകോപനം കൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ആരോപണങ്ങൾ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം വളരെ പ്രധാനമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഈ സ്ഥാനാർത്ഥി അത്ര മോശം സ്ഥാനാർത്ഥിയല്ല. ചാനൽ ചർച്ചകളിൽ വരികയോ കേരളം മുഴുവൻ ഓടി നടന്ന എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുകയോ ചെയ്ത ഒരു സ്ഥാനാർത്ഥിയുമല്ല കൃഷ്ണകുമാർ പണ്ട് മുതലേ പാലക്കാട് മുനിസിപ്പാലിറ്റി, ഞാൻ കേട്ട ഏറ്റവും വലിയ ഗൗരവകരമായ ഒരു ആരോപണം മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നാണ്. പ്രീതയ്ക്ക് അറിയാമല്ലോ, 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് പോലും ഒരു കൗൺസിലർ സ്ഥാനത്ത് നിന്നാൽ ഈ കൃഷ്ണകുമാറിനെ അവിടെ നിർത്തട്ടെ, ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ മുനിസിപ്പൽ കൗൺസിൽ ഡിവിഷനിലെങ്കിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? പോട്ടെ, ഒരു പഞ്ചായത്തിലെങ്കിലും മത്സരിച്ച് ജയിച്ചവരാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്? 20 വർഷമായി കൗൺസിലറായിരുന്ന പാലക്കാട് നഗരസഭയെ ഭരണത്തിലെത്തിച്ച, പാലക്കാട് നഗരസഭയിൽ ഇത്രയധികം പാലക്കാട് മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമാക്കിയ ഒരു ടീമായിരുന്നു കൃഷ്ണകുമാറും അവരോടൊപ്പമുള്ള ടീമും. അല്ല, ഇപ്പൊ ഇത് ചർച്ചയാവുന്നത് കൃഷ്ണകുമാർ തോറ്റു എന്ന വിഷയത്തിലല്ല, മുനിസിപ്പാലിറ്റി, അതായത് ബി.ജെ.പിക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിക്ക് വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അതിന് ഈ സന്ദീപ് ഫാക്ടർ ഒരു ഘടകമായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി സന്ദീപ് വിഷയമൊന്നും ഒരു ഘടകമാകാനില്ലെന്നേ. സന്ദീപ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനല്ല. എനിക്ക് സന്ദീപിനെ നന്നായി അറിയാം. സന്ദീപിനെ ഏതാണ്ട് 2006 കാലഘട്ടം മുതൽ വളരെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. സന്ദീപ് ഈ പാർട്ടിയിൽ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു 2018 മറ്റോ ആണ് സന്ദീപ് ചാനൽ ചർച്ചകളോട്, ഞാൻ 2016 പതുക്കെ ചാനൽ ചർച്ചകൾ വന്നു തുടങ്ങിയത്. മീഡിയ വണ്ണിന്റെ ചാനൽ ചർച്ചയിലാണ് സന്ദീപിനെ ആദ്യം നമ്മൾ കാണുന്നത്. അതിനുശേഷം ന്യൂസ് 8 അടക്കമുള്ളവർ ഈ UPA വിഷയം, അതായത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പ് യൂണിക് ഐഡന്റിറ്റി ഇതിന്റെ പ്രശ്നമുണ്ടായ സമയത്തുമൊക്കെയാണ് എന്താണ് ഒരു ചർച്ചയിലൂടെ, മീഡിയ വണ്ണിന്റെ ചർച്ചയിലൂടെയാണ് ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ന്യൂസ് 8 വിളിക്കുന്നു. അതിനുശേഷമാണ് സന്ദീപിന് പതുക്കെ അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം സന്ദീപ് യുവമോർച്ചയിലേക്ക് വരുന്നു. അതിനു മുമ്പ് എന്തോ ചെറിയ തരത്തിൽ അവിടെ താലൂക്കൽ പ്രവർത്തനം, അവിടുത്തെ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അതിനും
കുറച്ചു കാലത്തിന് ശേഷം സന്ദീപിനെ കാണുന്നത് നമ്മൾ ചാനൽ ചർച്ചയിലൂടെയാണ്. ഈ ചാനൽ ചർച്ചയിൽ വന്ന് വർത്താനം പറയുന്ന എല്ലാവർക്കും വലിയ ബേസ് ഉണ്ടെന്ന് വിചാരിക്കില്ല. അത് ഫാൻസ് ആണ്. ഇന്ത്യയിലൊട്ടാകും ഒന്നാലോചിച്ച് നോക്കൂ. ഇന്ത്യയിലൊട്ടാകെയും ലോകത്തും ഒട്ടാകെയും ഉള്ളവരാണ് നമ്മുടെ ഈ ഫേസ്ബുക്കിലുള്ളവർ. അങ്ങനെയുള്ള ഫേസ്ബുക്കിലെ ഒരു ആശയപ്രചരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് കൊണ്ടോ മാത്രം നമ്മൾ ഒരു ആ വ്യക്തി വലിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമില്ല. ഇവിടെ നോക്കൂ, സന്ദീപ് നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി വിഷയങ്ങൾ സംസാരിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ സന്ദീപിന് ഒരുപാട് ആരാധകർ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സന്ദീപ് വന്നിട്ട് ഏതാണ്ട് 2018 ശേഷമാണ് BJP-യിലേക്ക് വന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിച്ചു എന്ന് പറയുന്ന കൃഷ്ണകുമാർ അവിടെ നിൽക്കട്ടെ. ആ കൃഷ്ണകുമാർ 10-25 വർഷമായി താഴെ തട്ടിൽ സംഘടനാ തലത്തിൽ ചെറിയ തലം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. സന്ദീപ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് സംസ്ഥാന വക്താവായി. സംസ്ഥാന വക്താവിന് ശേഷം സന്ദീപ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോ നമ്മൾ ഇവിടുന്ന് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്തരത്തിലുള്ള 6 വർഷം കൊണ്ട് സന്ദീപിന് വലിയ ഗുണങ്ങൾ പാർട്ടിയിൽ നിന്നുണ്ടായി. എന്നിട്ട് പോലും സന്ദീപ് ചില ചെറിയ വിഷയങ്ങളുടെ പേരിൽ തന്നെ മാറ്റി നിർത്തി, തന്നോട് തനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ തന്നില്ല, അല്ലെങ്കിൽ തനിക്ക് കസേര കിട്ടിയില്ല. ഞാൻ ആ വിഷയം സംസാരിച്ചതാണ്. ഒരു വ്യക്തി ഒരു ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ ഒരു കസേര കിട്ടിയില്ല എന്ന വിഷയം കൊണ്ട് മാത്രം അപ്പുറത്തേക്ക് പോയി അതിന് മുമ്പ് ചില പ്രശ്നങ്ങളുണ്ട്, താൻ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ ആശയത്തെ പോലും തള്ളിപ്പറഞ്ഞു പോയ ഒരാളാണ് സന്ദീപ്. അതുകൊണ്ട് ആ സന്ദീപിന്റെ വിഷയങ്ങൾ പ്രതിഫലിക്കുമെന്നോ സന്ദീപ് അപ്പുറത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഈ പുതുക്രിസ്ത്യാനി ബൈബിൾ എടുത്ത അവസ്ഥയാണ്. സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാളയത്തിലേക്ക് പോകുമ്പോൾ സന്ദീപിന് BJP-യെ കുറ്റപ്പെടുത്തിയേ തീരൂ. ആ കുറ്റപ്പെടുത്തലൊന്നും കേരളത്തിലെ BJP-ക്ക് അത് അറിയാത്തതൊന്നും അല്ലല്ലോ. പക്ഷേ അവിടെ മറ്റൊരു കാര്യം ഗൗരവമായി ആലോചിക്കേണ്ടത്, എന്തോ ഒരു കാര്യം ചോദിച്ചോട്ടെ, സന്ദീപ് ഒരു കസേര കിട്ടാത്തതിന്റെ പേരിൽ BJP-യിൽ നിന്ന് പിണങ്ങി കോൺഗ്രസിലേക്ക് പോയി എന്നാണ് ശ്രീല വിശ്വസിക്കുന്നത്? കാരണം സന്ദീപുമായി അടുത്ത പലരും പറയുന്നത് കുറെ നാളുകളായി സന്ദീപ് BJP-യിൽ നിന്നും അവഗണന സഹിച്ചു വരികയായിരുന്നു. ഒരുപാട് തരത്തിലുള്ള അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം നശിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടുത്തെ നേതാക്കളിൽ നിന്നുണ്ടായതെന്ന്. അത് മിക്കവാറും ഒരു സംഭവത്തിൽ നിന്നായിരിക്കില്ല. അദ്ദേഹം നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാവാനാണ് സാധ്യത. കാരണം സന്ദീപ് വാര്യർ വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു. കുറച്ച് ജനപിന്തുണയുണ്ട് ആൾക്കാർക്കിടയിൽ. അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് വളർന്നു വന്നുകൂടാ എന്നുള്ള ഒരു ചിന്തയാണോ സന്ദീപ് വാര്യനെ ഒതുക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് ചിന്തിക്കുന്നു? സന്ദീപുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സന്ദീപ് വാര്യരെ ഒതുക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ പ്രീതയെ, കേരളത്തില് 20 വർഷം 25 വർഷം പ്രവർത്തിച്ചവരല്ലേ കേരളത്തിലെ BJP നേതാക്കന്മാരെല്ലാം? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി K. സുരേന്ദ്രൻ, എനിക്ക് തോന്നുന്നു K. സുരേന്ദ്രൻ 1998-99 കാലഘട്ടം മുതൽ ABVP-യിലൂടെയും ABVP അത് കഴിഞ്ഞ് BJP അങ്ങനെ സജീവമായി വന്ന ഒരാളല്ലേ. എം ടി രമേശ് അടക്കമുള്ളവർ, രമേശ് K. സുരേന്ദ്രനെക്കാട്ടി സീനിയർ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി നേതാക്കന്മാർ ഈ ആശയത്തെ ഉൾക്കൊണ്ട് വന്നവർ. അവരൊക്കെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് MT രമേശ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണോ നിർത്തേണ്ടത്, അതേ പാർട്ടിയിൽ സീനിയോറിറ്റി നോക്കി അതാണോ പരിഗണിക്കേണ്ടത്? ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ എന്താണ് പരിഗണിക്കേണ്ടത്? 4 വാർഡുകളിൽ അവിടുത്തെ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 4 വ്യത്യസ്ത വാർഡുകളിൽ CPM അടക്കമുള്ളവരുടെ കോട്ടയിൽ മത്സരിച്ച ഒരാളാണ് കൃഷ്ണകുമാർ ആണല്ലോ. അടുത്തത് കൃഷ്ണകുമാർ അവിടുത്തെ നഗരസഭയുടെ ചുമതലയിലുണ്ടായിരുന്ന, നഗരസഭയെ എങ്ങനെയാണ് കൊണ്ടുപോയത് നമുക്കറിയാം. ഭരണത്തിലെത്തിയ നഗരസഭയെ ലീഡ് ചെയ്തിരുന്ന അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഒരു ബേസും ഇല്ലാത്ത മലമ്പുഴ മണ്ഡലത്തിൽ പാർട്ടി കണക്ക് കൂട്ടുന്ന എങ്ങനെയാ പ്രീത? ഇത് മലമ്പുഴയിൽ ഒരു ബേസിക്കും ഇല്ലാത്ത മലമ്പുഴയിൽ അവിടെ പോയി 3000 വോട്ടുള്ളിടത്ത് 70% വോട്ട് വർദ്ധിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. അവിടെ കോൺഗ്രസിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോൾ കൃഷ്ണകുമാർ അത്രയധികം വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാർ ഒരു മോശം സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെയാണെന്ന് പറയുക? നിരന്തരമായ തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്നാണല്ലോ അവിടുത്തെ കൗൺസിലർമാർ അടക്കമുള്ളവർ പറയുന്നത്. കേരളത്തിൽ തോക്കാത്ത ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പ്രീത പറയൂ. കേരളത്തിലെ BJP 10 തവണയിൽ കൂടുതൽ, കേരളത്തിലെ BJP നേതാക്കന്മാരിൽ 10 തവണയിൽ കൂടുതൽ മത്സരിക്കാത്തതോ 10 തവണയിൽ കൂടുതൽ തോൽക്കാത്തതോ ഏത് സ്ഥാനാർത്ഥിയാണുള്ളത്? ഇപ്പോ എല്ലാവരും ശോഭാ സുരേന്ദ്രൻ കിങ് മേക്കർ ആണ്, ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ ഇതെല്ലാം മാറുമെന്ന് പറയുന്നുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലങ്ങളുടെ പ്രത്യേകതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തുമ്പോൾ സ്ട്രോങ് ആയ മണ്ഡലങ്ങളിലാണ് മത്സരിച്ചിട്ടുള്ളത്, അല്ലാത്ത മണ്ഡലങ്ങളില്ല. അവിടെ നോക്കുകയാണെങ്കിൽ, ഞാൻ നോക്കിയാൽ, എന്റെ കാൽക്കുലേഷനിലാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ സരസ്വ ടീച്ചറാണ് കിങ് മേക്കർ എന്ന് ഞാൻ പറയും. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സംഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത കോളേജ് അധ്യാപികയായിരുന്ന ഒരാൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ 70% വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിച്ച് തോറ്റത്? ഇപ്പൊ കാസർഗോഡ് മത്സരിച്ചപ്പോ എങ്ങനെയാണ് 89 വോട്ടിനാണ് തോറ്റത്. ഇതെല്ലാം കേരളത്തിൽ എന്നും കാലാകാലങ്ങളിലെ ഇടത് വലതിനും വലത് ഇടതിനും വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേരളത്തിലുള്ളത്.
BJP ജയിക്കുമെന്ന ഒരു ഘട്ടം വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരുന്നവരാണ് കേരളത്തിലുള്ളവരെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സരിൻ അടക്കമുള്ളവർ പറഞ്ഞില്ലേ, ഷാഫിക്ക് വോട്ട് ചെയ്ത് ഷാഫിയെ ജയിപ്പിച്ച പാറ്റേൺ ഈ ശ്രീധരൻ ജയിച്ചു പോകുന്നുണ്ടപ്പോ ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ ശ്രീധരനെക്കാട്ടിൽ പ്രഗത്ഭയായ സ്ഥാനാർത്ഥിയാണോ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ? ഇന്ത്യയിലെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, അഴിമതിരഹിത പ്രതിച്ഛായുള്ള ഈ ശ്രീധരനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ പോലും അവിടെ തോൽപ്പിക്കാൻ തക്കവണ്ണം കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായ ഒരു സ്ഥലമല്ലേ പാലക്കാട്? അത്തരത്തിലുള്ള പോളറൈസേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലേ? പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറയാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. കൃഷ്ണകുമാർ ഒരു മോശം സ്ഥാനാർത്ഥിയായി പോയത് കൊണ്ടെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഉറഞ്ഞുകൂടുന്ന ഇത്രയധികം പ്രതിഭാസവും പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ കഴിഞ്ഞ 3.5 വർഷമായി പണിയെടുക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായി അറിയാം. മാധ്യമങ്ങളുടെ പല വരുന്ന വാർത്തകൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നു. മാധ്യമങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായവരെ എല്ലാം വിളിച്ച് സെറ്റിൽ ചെയ്യുന്നു. ആരെങ്കിലും എതിര് പറഞ്ഞാൽ അപ്പോൾ തന്നെ കൃത്യമായി വിളിക്കുന്നു. അങ്ങനെ പല ഘട്ടത്തിലും പല ആൾക്കാരെയും വിളിച്ച് സെറ്റിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി പല രീതിയിൽ എങ്ങനെയെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ച് നടക്കുന്ന ചിലരുണ്ട്. 3-4 വാർത്ത ഓൺലൈൻ ചാനലുകാർക്ക് വേറൊരു പണിയുമില്ലേ? പല ഓൺലൈൻ ചാനലുകാരും 4-5 വാർത്ത. കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെയും കേരളത്തിലെ BJP നന്നാക്കൽ എന്നു മുതലാ മാധ്യമങ്ങളുടെ പണിയായി മാറിയത്? BJP സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയി വെറുപ്പിന്റെ കട പൂട്ടി സ്നേഹത്തിന്റെ കടയിലേക്ക് പോയ സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് സ്നേഹം വാങ്ങിച്ചാ പോരെ? എന്തിനാണ് വെറുപ്പിന്റെ കട നന്നാക്കാൻ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം എനിക്ക് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ BJP ഗ്രൂപ്പുകളിൽ നടന്നത് എന്താണ്? സന്ദീപിനെ വ്യക്തി അധിക്ഷേപം നടത്തുകയാണ്. വ്യാജ പ്രചരണങ്ങൾ സന്ദീപിനെതിരെ നടത്തിയിട്ടില്ലേ ഈ BJP പ്രവർത്തകർ? അതെന്തിനായിരുന്നു? അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതിന് പകരം ആ വ്യക്തി അധിക്ഷേപം നടത്തിയതിനെ ശ്രീല ന്യായീകരിക്കുന്നുണ്ടോ? മറ്റൊരു ചോദ്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ചോദിച്ചു. ഒരു കാര്യം അതായത് ഇപ്പൊ കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കാലാവധി കഴിയാറായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു പേര് പറഞ്ഞ് സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നീക്കുന്നതിന് വേറെ ഗൂഢാലോചന നടത്തേണ്ട കാര്യമുണ്ടോ? ഈ ഒരു ഇലക്ഷൻ ഫലത്തിന്റെ പേര് പറഞ്ഞ് സുരേന്ദ്രനെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികമായും ആ കാലാവധി അവസാനിക്കാറായില്ലേ? പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? 2 കാര്യത്തിൽ ഉത്തരം പറയാം. ഒന്ന്, ആദ്യത്തെ ചോദ്യം സന്ദീപ് വാര്യരെ വ്യക്തി അധിക്ഷേപം നടത്തിയോ എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുമ്പോൾ കെ സുരേന്ദ്രനെ പോലെ ഒരാൾ വളരെ കൃത്യമായി തന്നെ കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയി. സന്ദീപ് വാര്യർ പോയതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും BJPയെ ബാധിക്കില്ല. സന്ദീപ് വാര്യർ പോയതിൽ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ അത് ഈഗോ ആയി കാണേണ്ടതില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം ഉമാഭാരതി അടക്കമുള്ളവർ, ഗോവിന്ദാചാരി അടക്കമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടും ഈ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. ഇതൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്. 1-2 പേർ വിട്ടുപോയത് കൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കണം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ രാമൻപിള്ള അടക്കം മാറി നിന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. എന്നിട്ടും BJPക്ക് ഒരു തളർച്ചയും ഉണ്ടായില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞത് ഈഗോ ആയി കണക്കാക്കിക്കൊണ്ട് വളരെ മോശമായി സന്ദീപ് വാര്യർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പാർട്ടിയിൽ 6 വർഷം കൊണ്ടാണ്, ഞാൻ പറഞ്ഞില്ല 2018 സന്ദീപ് വാര്യർ BJPയിലേക്ക് വരുന്നത്. ഈ 6 വർഷം കൊണ്ട് സന്ദീപ് വാര്യർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സന്ദീപ് വാര്യരെ അങ്ങ് ഒതുക്കി കളഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിലൂടെ വന്ന് സന്ദീപ് വാര്യർ വക്താവായി. അതിനുശേഷം വക്താവ് സ്ഥാനത്ത് നിന്ന് മാറി നിർത്തേണ്ട ചില സാഹചര്യങ്ങൾ അത് പാർട്ടിയോട് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അതിനുശേഷം സന്ദീപ് വാര്യരെ കെ സുരേന്ദ്രൻ തന്നെയാണ് വയനാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ സജീവമാക്കിയത്. ആ തെരഞ്ഞെടുപ്പിൽ സജീവമായി. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തിരിച്ചുവരവിന്റെ പാതയിലിരിക്കുന്ന സന്ദീപ് വാര്യരായിരുന്നു. തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു സന്ദീപ് വാര്യർ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സന്ദീപ് വാര്യരെ പരിഗണിച്ചില്ലെങ്കിലല്ലേ സന്ദീപ് വാര്യർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. വളരെ കുറച്ച് കാലങ്ങളായി താൻ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം സന്ദീപ് വാര്യർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്യക്തമായി ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ വിഷയത്തിൽ അവസാന നിമിഷം വരെ സന്ദീപുമായി സംസാരിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സന്ദീപിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സന്ദീപെ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. സന്ദീപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായി പോകുന്ന കാര്യങ്ങളാണ് എടുക്കുന്നത്. പോയ ശേഷവും ഞാൻ പറഞ്ഞു സന്ദീപ് വാര്യർ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. ആ പാർട്ടിയിൽ പോകുമ്പോൾ എവിടെയാണ് ഞാൻ പറയട്ടെ, ഈ സൈബർ ഇടങ്ങളിലുള്ള സംഘി ഇമേജ് ഉള്ള 2014 ശേഷം സംഘിയായിട്ടുള്ള ഈ വലിയ വർത്തമാനം പറയുന്ന നിരവധി പേർ ഈ പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ അനുഭാവികളായുണ്ട്. പാർട്ടിയിലുണ്ടെന്ന് പറയാൻ കഴിയില്ല, പാർട്ടിയുടെ അനുഭാവികളായി സോഷ്യൽ മീഡിയയിലുണ്ട്. അവര് വന്ന കാലം മുതൽ, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയല്ല,
CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും അത്തരത്തിലുള്ള ആരും അത്തരത്തിൽ പ്രതികരിക്കാറില്ല. കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. എത്രമാത്രം ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് BJP എത്തിച്ചേർന്നു. അതിന് കാരണം അധികാരമോഹികൾ തന്നെയാണെന്ന് ഞാൻ പറയും. കേരളത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ന് മുതലാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങിയത്? എന്ന് മുതലാണ്? കഴിഞ്ഞ 3 വർഷത്തിനിടയിലാണ് കേരളത്തിൽ ഇത്രയധികം ചെളിവാരിയറിൽ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പൊന്നും പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ പോലും ഒരൊറ്റ നേതാവും അതിനെ ഗുണമാകുന്ന രീതിയിലോ വളം ചേർക്കുന്ന രീതിയിലോ സംസാരിക്കാറില്ല. എനിക്കറിയാം, എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. 2010-ൽ ഞാനൊരു മാധ്യമ സ്ഥാപനം, ഞാൻ അന്ന് ജന്മഭൂമിയുടെ ലേഖികയാണ്. ഞാൻ ജന്മഭൂമിയുടെ ലേഖികയായിരിക്കുമ്പോ ഞാൻ ഇന്ത്യ വിഷനിലുള്ള റിപ്പോർട്ടർ തൃശ്ശൂരിൽ ഒരു ആവശ്യത്തിന് വന്ന ശേഷം ട്രെയിനിൽ കയറുമ്പോൾ അയാളെ ഞാൻ കണ്ടു. അയാളും ഞാനും കൂടി ഒരു സീറ്റിൽ ഇരുന്ന് വർത്താനം പറഞ്ഞു പോവുകയാണ്. ആ റിപ്പോർട്ടറെ ഫോണിൽ വിളിച്ചൊരു നേതാവിനെ എനിക്കറിയാം വാർത്ത ചോർത്താൻ. കഴിഞ്ഞ 15 വർഷമായി ഇത്തരത്തിൽ സംഘടനയിൽ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തൊട്ട് ട്രെയിനിൽ ഇരിക്കുമ്പോൾ കാണാം കോൾ വരുന്നത്. അയാൾ ഓർക്കാതെ എന്നോട് പറയുകയും ചെയ്തു, ഇന്ന ആളാണ് വിളിക്കുന്നത്. പക്ഷെ ആ പറഞ്ഞ കാര്യം സംഘടനാ വിരുദ്ധതയാണ്, സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത ചോർത്തലാണ്. എനിക്ക് വ്യക്തമായ നേതാവിനെ അറിയാം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ചിലർ ഈ പാർട്ടിയിൽ തങ്ങളുടെ അപ്രമാദിത്യം സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ. ഈ കോലാഹലങ്ങളിലൊക്കെ BJP ഒന്നും അനുകൂലന്നേ. സോഷ്യൽ മീഡിയയില് സുരേന്ദ്രൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളെയോ, എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് സുരേന്ദ്രൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ അടക്കമുള്ളവരെല്ലാം കൂടി ഇറങ്ങി സന്ദീപ് വാര്യരെ മോശക്കാരനാക്കി ചിത്രീകരിച്ചെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേ, സുരേന്ദ്രന്റെ എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാധ്യമങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അടക്കമുള്ളവർ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടാത്ത ഒരാളാണ് സുരേന്ദ്രൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, അന്ന് എടുക്കില്ലായിരുന്നു. കാരണം സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടണമെന്നില്ല. 1. 2, സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, സുരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഉപജാപക സംഘം, അതിൽ സുരേന്ദ്രൻ പെട്ടുപോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഉപജാപക സംഘം സുരേന്ദ്രന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അവർ ഒരു തരത്തിൽ, ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്താൽ ഒരുപക്ഷെ സുരേന്ദ്രനെ അറിയിക്കാനോ, അവർ ഫോൺ എടുത്താൽ ഇപ്പൊ PC ജോർജ്, ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്, ഏറ്റവും തിരക്കുള്ള ഒരു നേതാവായിരുന്നു ഒരു കാലത്ത് PC ജോർജ്. PC ജോർജിനെ നമ്മൾ വിളിച്ചാൽ PC ജോർജിന്റെ കൂടെയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡ്രൈവർ ആണെങ്കിൽ കൂടി അടുത്ത സെക്കൻഡിൽ PC ജോർജ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്, ഒരു മരണ വീട്ടിൽ നിൽക്കുക സാറ്, ഇറങ്ങിയ ഉടനെ തിരിച്ചു വിളിക്കുമെന്ന് പറയും. ഇറങ്ങിയാൽ ആദ്യം വരുന്ന കോൾ നമുക്ക് ആ കോൾ ആയിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ സുരേന്ദ്രനെ ആ തരത്തിൽ മോശക്കാരനാക്കുന്നതിൽ ഈ കൂടെയുള്ള ചില സംഘങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അതിന്റെയൊക്കെ ഫലമാണ് സുരേന്ദ്രനിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ. അതിലും അപ്പുറം സുരേന്ദ്രനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ, സുരേന്ദ്രൻ ഈ സംഘടനാ കാലഘട്ടത്തിൽ, ഈ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓൺലൈൻ സംഖ്യകൾ സുരേന്ദ്രന് അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചാലും സംഘടനാ സംവിധാനം കേരളത്തിൽ ശക്തമായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ചാണല്ലോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്, സീറ്റുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്, MP സ്ഥാനം ലഭ്യമായിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് നിരവധി മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള വോട്ട് പെർസെന്റേജ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ടേം കൂടി സുരേന്ദ്രന് കിട്ടരുത്. അതിനുവേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു അംഗമായി കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി നടത്തുന്ന ചില കളികളാണ് ഇതിന്റെ പിന്നിലെന്ന് യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സന്ദീപ് വാര്യരുടെ എഫക്ട് പ്രവർത്തിച്ചോ എന്ന് വെച്ചാൽ, ഞാൻ ഒരു മാധ്യമപ്രവർത്തകരുടെ കണ്ണെന്ന് പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ സന്ദീപിന് അത്ര വലിയ സ്വാധീനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ സന്ദീപിന്റെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കാണും. മറ്റുള്ള പുറത്തു നിന്നുള്ള നേതാക്കന്മാർക്കൊക്കെ സന്ദീപിനെ ഇഷ്ടമായിരിക്കും. സിനിമാ രംഗത്ത് സന്ദീപിന് ബന്ധുക്കൾ പരിചയക്കാരുണ്ടായിരുന്നു. ഞാൻ പറയില്ലേ, ഇപ്പോ ഈ നിരീക്ഷകരും മറ്റേ ഇതും ഈ ചാനൽ ചർച്ചയിലും ഒക്കെ വരുന്നവർ, രാഷ്ട്രീയ പ്രവർത്തകരും ചാനൽ ചർച്ചയിൽ വരുന്നവർ, വക്താക്കളെയൊക്കെ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും എളുപ്പം ഈ സിനിമാക്കാർക്കും മറ്റുള്ളവർക്കും മറ്റ് സെലിബ്രിറ്റീസ് ഒക്കെ അത്തരത്തിൽ ബന്ധം സ്ഥാപിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ സന്ദീപിനുണ്ടായിരുന്നു. പക്ഷെ പാലക്കാട് നഗരസഭയിൽ ഒരു വലിയ ആൾക്കാരുമായി ബന്ധമുള്ള ഒരാളാണോ സന്ദീപ്, അതിന്റെ പിൻബലമാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലുമേറെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധമുള്ള ചില നേതാക്കന്മാർ അവിടെയുണ്ട്. ആ നേതാക്കന്മാർ ഇപ്പൊ ശിവരാജേട്ടൻ അടക്കമുള്ളൂ. ശിവരാജേട്ടൻ തന്നെ ആദ്യഘട്ടത്തിൽ ശിവരാജേട്ടൻ തന്നെ പുറത്തു വന്ന് പറയുകയാണ്, ശോഭാ സുരേന്ദ്രനായിരുന്നു നല്ല സ്ഥാനത്ത്, ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ, അതിനുശേഷം സന്ദീപ് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭാഗമായി നിന്ന് അദ്ദേഹത്തിന്റെ വാർഡിൽ കൃത്യമായി അദ്ദേഹം വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ചില
അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്ത വരുന്നു. അതിനുശേഷം കൃഷ്ണകുമാറിനെ മാറ്റണമെന്ന് അവകാശപ്പെടുന്നു. ഇപ്പൊ പറയുന്നു കൃഷ്ണകുമാറിന്റെ ബിസിനസ് ഉണ്ട്. കൃഷ്ണകുമാർ ബിസിനസ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമല്ലായിട്ടുള്ള കൃഷ്ണകുമാറിന് നേരത്തെ മുതൽ കൃഷ്ണകുമാറിന്റെ ബിസിനസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കൃഷ്ണകുമാറിനെ ആക്രമിക്കുന്ന രീതിയിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയെ ആക്രമിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതും കൃഷ്ണകുമാറിന്റെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയിൽ ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ തവണയാണോ കഴിഞ്ഞ മുമ്പത്തെ തവണയാണോ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ ആരോപണമായിരുന്നു. ഞാൻ അന്ന് അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തർക്കത്തിൽ കൃഷ്ണകുമാറിന്റെ അനിയത്തിയുടെ ഭാര്യ ഒരു മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ അച്ഛൻ തന്നെയാണ് അവർക്ക് സ്വത്ത് എഴുതി കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ പോലും ഈ മകളെ കയറ്റാതെ കൃഷ്ണകുമാറിന്റെ ഭാര്യ കുറെ കാലം സഹോദരിയെ കൊണ്ട് നിർത്തിയിരുന്നു വീട്ടിൽ. അതിനുശേഷം വീണ്ടും ഈ ആദ്യത്തെ വിവാഹ ബന്ധത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും അവർ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അതും ഒരു മുസ്ലിം ആണെന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിത് ആരുടെയും പക്ഷം എന്ന് പറയാൻ, ഇത് അന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. എന്തായിരുന്നു ഇതിന്റെ അമ്മയെ നോക്കാത്ത മകൾ എന്നൊക്കെ വരുമ്പോൾ അപ്പോ അമ്മയെ ഈ മകൾ കരഞ്ഞു കാണിച്ചും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ കരഞ്ഞു കാണിച്ചും ഒക്കെ കൂടെ നിർത്തുകയാണ് എന്നൊക്കെ അന്ന് വാദം ഉയർന്നിരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടോ 6 വോട്ടോ മറ്റോ ആണ് അവർക്ക് കിട്ടിയത്. അപ്പോ അതിലെന്തോ അന്നത്തെ കാലത്ത് അതൊരു എന്തെങ്കിലും സത്യാവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത് സ്വന്തം അമ്മ വന്ന് പറയുമ്പോൾ പോലും അത് കത്താതിരുന്നതും അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാതിരുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എല്ലാ പ്രശ്നവും വന്നപ്പോൾ ആ പ്രശ്നം കൂടി ഇതിന്റെ കൂട്ടത്തിൽ. ഇപ്പൊ കുടുംബ പ്രശ്നം പറയുമ്പോൾ ആരും പരസ്പരം പറയാൻ പാടില്ലല്ലോ. ഇപ്പൊ സന്ദീപ് വാര്യരെയും പറയരുത്, തിരിച്ച് കൃഷ്ണകുമാറിനെയും അത്തരത്തിൽ ആക്ഷേപിക്കരുതല്ലോ. രണ്ടിനും ഞാൻ എതിരാണ്. രണ്ടുപേരെയും ആക്ഷേപിക്കരുതെന്ന പക്ഷക്കാരിയാണ് ഞാൻ. വ്യക്തിപരമായ കാര്യങ്ങൾ പലർക്കും പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പലർക്കും പല കാര്യങ്ങളുണ്ട്. അത് കുടുംബത്തിലുള്ളവർക്കും അവർക്കും മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം അറിയുള്ളൂ. അത്തരം വിഷയങ്ങൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വേ അല്ല. നേരെ മറിച്ച് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയാം. നമുക്കറിയാം ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. അവിടെ പ്രവർത്തകർ ഒന്നായി പോകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. പക്ഷെ ഇങ്ങനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് ഇന്ധനം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇന്ധനം നൽകുന്ന രീതിയിൽ കേരളത്തിലെ ഈ ബിജെപിയുടെ പ്രവർത്തനത്തെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അത് ആരാക്ഷേപിച്ചാലും ചിലർ വ്യംഗ്യാർത്ഥത്തിൽ പറയും. വ്യംഗ്യാർത്ഥത്തിൽ ഇത്തരത്തിൽ ബിജെപിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞിട്ട് സംഘടനാപരമായ പ്രശ്നങ്ങൾ വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിച്ച ശേഷം ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ഏതായാലും അത്തരത്തിൽ സംഘടനയ്ക്കെതിരായി ആര് പറഞ്ഞാലും അതിനെ അനുകൂലിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഒരു ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം സംഘടനാ വിരുദ്ധത, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ എന്നെ പറയും, ഞാൻ പത്രപ്രവർത്തകയായിരുന്നപ്പോ പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. ഞാനൊരു സംഘടനയുടെ ഭാഗമായിരുന്നപ്പോൾ ഒരിക്കലും ഞാൻ സംഘടനാ വിരുദ്ധത കാണിച്ചിട്ടുള്ള ഒരാളല്ല. ഞാനും ഒരു സംഘടനയുടെ ഭാഗമായിരുന്നു. ഞാൻ ബാലഗോകുലം അതിനുശേഷം ABVP-യിലൂടെ വളർന്നു വന്ന ഒരാളായിരുന്നു. പക്ഷെ അന്ന് ആ സംഘടനയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒരിക്കൽ അതിനുശേഷം വാർത്ത ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ പോലും ഇതിലേറെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത്രയേറെ അവർ നടത്തുന്ന പരിപാടിയിലേക്ക് എന്നെ പങ്കെടുപ്പിക്കാതിരിക്കുകയും BJP ഓഫീസിൽ എന്നെ കയറ്റരുതെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഞാൻ വാർത്ത ചെയ്തതിന് അതെന്റെ ജോലിയായിരുന്നു അന്ന്. ആ വാർത്ത ചെയ്തതിന്റെ പേരിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംഘടനയുടെ ഭാഗമായിരുന്നപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് സംഘടനാ വിരുദ്ധത ചെയ്തിട്ടില്ല. ഇതിപ്പോ പറയുമ്പോൾ ചിലരെങ്കിലും താഴെ വന്ന് എഴുതും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. സംഘടനയുടെ ഭാഗമായിരുന്നപ്പോൾ ഒരിക്കലും ഞാൻ സംഘടനാ വിരുദ്ധത ചെയ്തു. മാധ്യമ പ്രവർത്തകയായിരുന്നപ്പോൾ എനിക്ക് മാധ്യമ പ്രവർത്തനം എന്റെ ജോലിയാണ്. ആ സമയത്ത് പറയേണ്ടത് പറയുക എന്നുള്ളതാണ്. അതിനെതിരെ എന്നെ ആക്ഷേപം ഇപ്പൊ എനിക്കറിയില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇനി ഏതൊക്കെ ഗ്രൂപ്പുകാരാണ് എനിക്കെതിരെ ആക്ഷേപവുമായി വരുന്നതെന്ന് അറിയില്ല. എന്റെ പണിയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ എന്ത് ആക്ഷേപം ഉണ്ടായാലും അതിനെതിരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. അത്തരത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സുജയൊക്കെ പറഞ്ഞപ്പോൾ സുജയ്ക്ക് വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നു. അത്തരത്തിൽ ആക്ഷേപം നേരിട്ടാൽ ഞാൻ അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതിനുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്യും. അത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്, ഈ സംഘടനയുടെ ഇപ്പോഴുള്ള വിഷയങ്ങൾ കാരണം സംഘടനയിലെ തന്നെ അധികാരമോഹികളായ ചിലരാണ്. പിന്നെ സന്ദീപ് വാര്യർ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കൗതുകം, ഒരു രസം, ഈ മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് സന്തോഷിക്കാനുള്ള ഒരു രസത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അഭിലാഷ് മോഹൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ റിജിൽ മാക്കുറ്റി ഉള്ളപ്പോൾ പോലും സന്ദീപിനെ കൂടി വിളിച്ചിരുത്തി, അതായത് കോൺഗ്രസിന് രണ്ടുപേരാണ്, സന്ദീപും റിജിൽ മാക്കുറ്റി, ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് ഗോപാലകൃഷ്ണനെ മോശമായി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. ഏതായാലും അത്തരത്തിലുള്ള രീതിയിലേക്ക് സന്ദീപ് വാര്യർ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സന്ദീപ് ഇപ്പോൾ വേറൊരു പാർട്ടിയുടെ ഭാഗമാണ്. സന്ദീപ് കോൺഗ്രസിന്റെ ഭാഗമാണ്. കോൺഗ്രസിന് സന്ദീപ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഞാൻ AKG സെന്റർ മാരാർജി ഭവന്റെ ചുറ്റിനും വടിയും കൊണ്ട് നടന്നാൽ BJP നന്നാവില്ല, അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു എന്നൊക്കെ സന്ദീപ് പറയുന്നത് കേട്ടു. ഏതായാലും സന്ദീപിനേക്കാൾ പ്രഗത്ഭരായ പലരും വടിയെടുക്കാൻ കേരളത്തിൽ BJP-യിൽ ഉള്ളപ്പോൾ പിന്നെ സന്ദീപ് ഈ വടിയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. സന്ദീപ് തൽക്കാലം കോൺഗ്രസിലാണ്.
സന്ദീപ് നല്ല കോൺഗ്രസ്സുകാരനായി മാറൂ, നല്ല കോൺഗ്രസ് നേതാവായി മാറട്ടെ. സന്ദീപ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുക. സന്ദീപിന് പറ്റിയൊരു തെറ്റ്, സംഖ്യകൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള സംഖ്യകൾക്കൊക്കെ അവരൊക്കെ 2014 ശേഷം വന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ നരേന്ദ്രമോദിയുടെ വലിയ ആരാധകരായി നിലനിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോ നരേന്ദ്രമോദിയെ പറയുകയും സംഘത്തിന്റെ ആശയങ്ങളെയൊക്കെ തള്ളി പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് സന്ദീപിന് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായത്. സന്ദീപ് ഇപ്പോ സരിൻ പോയ സമയത്ത് സരിൻ വളരെ മാന്യമായി എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയി എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഒരിക്കലും അയാളുടെ ആദർശത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ സന്ദീപ് ഇവിടെ നിന്ന് പോകുമ്പോൾ നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് പോട്ടെ, നേതാക്കന്മാർ ഇന്ന ആള് എന്നെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ എന്താണ് സന്ദീപ് ചെയ്തത്? ഒരു ആശയത്തെ തന്നെ പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ ഇത്രയും കാലം സന്ദീപ് പ്രവർത്തിച്ചിരുന്ന, സന്ദീപിന് ഇത്രയും ഗുണകരമായിരുന്ന ഒരു പാർട്ടി, സന്ദീപ് ആരായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. സന്ദീപ് ജന്മഭൂമിയുടെ പ്രാദേശിക ലേഖനം, അതിനുശേഷം സന്ദീപ് ഒരു ഇന്റർനെറ്റ് കഫേ നടത്തിയിരുന്ന, ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സന്ദീപിന് ഈ താരപരിവേഷം കിട്ടിയത് BJP കൊണ്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും സന്ദീപിന് വേണ്ട. കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് പിന്നെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ കൃഷ്ണകുമാർ മത്സരിച്ചു എന്ന് പറയുമ്പോൾ, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാനുള്ള കാലഘട്ടം, ഈ കാലഘട്ടം ഈ പാർട്ടിയിൽ കൃഷ്ണകുമാർ നിലനിന്നിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് 25 വർഷത്തിലേറെയായി പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ എത്തിയപ്പോഴും അദ്ദേഹം എത്തിയിട്ടുള്ളത് BJPയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് മാത്രമാണ്. അദ്ദേഹം മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല. വളരെ വ്യക്തമായി രാഷ്ട്രീയം പറയാൻ അറിയുന്ന, സംഘടനയുടെ ഭാഗമായി നിന്ന് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് കൃഷ്ണകുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും കൃഷ്ണകുമാറിന്റെ നാട്ടിൽ പ്രവർത്തനം നടത്തി ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. മറ്റ് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കണ്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാന നേതാക്കളെ മത്സരിപ്പിക്കുന്നു എന്ന വ്യാജേന സ്വന്തം മണ്ഡലത്തിൽ പോലും ഒരു മണ്ഡലത്തിൽ പോലും മത്സരിക്കാത്ത ഒരാൾ. കഴിഞ്ഞ 6 വർഷം കൊണ്ട് സന്ദീപിനുണ്ടായ ഗുണം വലുതാണ്. 20 വർഷത്തിനിടയിൽ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിച്ചു എന്ന് പറയുമ്പോൾ പടിപടിയായി ഉയർന്നു വന്ന ഒരാളാണ് അയാൾ. സന്ദീപ് 6 വർഷം കൊണ്ട് ഒരു നിയമസഭാ സീറ്റിൽ മത്സരിക്കുകയും അതുപോലെ തന്നെ സംസ്ഥാന വക്താവ് സ്ഥാനം കിട്ടുകയും കേരളമൊട്ടാകെ ഫാൻ ബേസ് ഉള്ള, ഇന്ത്യ ഒട്ടാകെ ഫാൻ ബേസ് ഉള്ള, ലോകമൊട്ടാകെ ഫാൻ ബേസ് ഉള്ള ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ഈ പാർട്ടിയാണെന്ന് സന്ദീപ് മറന്നു പോകരുത്. അത് പറയേണ്ടി വരുന്നത് സന്ദീപ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല. എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു സന്ദീപിനോട് ഇപ്പോഴും എനിക്ക് ആ സൗഹൃദത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒരു നല്ല സുഹൃത്തെന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഉത്തരവാദിത്തമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നല്ലൊരു സുഹൃത്തായിരുന്നു സന്ദീപ് എന്റെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം കെ സുരേന്ദ്രനോ മറ്റുള്ളവരോ ഒന്നും തന്നെയല്ല. ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള, പാർട്ടിയിൽ സംസ്ഥാന ഭാരവാഹിയാവാനും സംസ്ഥാന ഭാരവാഹിയല്ല സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളവർ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച്, ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച്, ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. കേരളത്തിലെ BJPയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മാധ്യമങ്ങളല്ല. മാധ്യമങ്ങൾക്ക് ഓഫ്കോഴ്സ് അവരുടെ ചാനൽ റേറ്റിംഗ് കൂടുതൽ വരുത്തണം. പ്രത്യേകിച്ച് BJP പറയുകയാണെങ്കിൽ ഇടതും വലതും രണ്ട് പക്ഷവും കാണാൻ. അപ്പോൾ ചാനലിന്റെ റേറ്റിംഗ് കൂടും. എല്ലാ നേതാക്കന്മാരുടെയും പ്രമീള ശശിധരൻ എന്ന് പറയുന്ന വൈസ് ചെയർപേഴ്സൺ വരെ ഇപ്പൊ അവിടുത്തെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ പോലും പുറത്തു വന്ന് വർത്താനം പറയാനുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഇടയിലേക്ക് മൈക്കുമായി നിങ്ങളുടെ എല്ലാ ഇടയിലേക്കും ഒരു സത്യത്തിൽ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുന്നവരെ പാർട്ടി തിരിച്ചറിയുകയും പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റുന്നവരെ മാറ്റി നിർത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനിയും ഈ പാർട്ടിയുടെ കേഡർ സംവിധാനവും അല്ലെങ്കിൽ എന്താണ് കേഡർ സംവിധാനം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ഉൾക്കൊള്ളുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും കഴിയുള്ളൂ. കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായി അറിയാം ആരെന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു എന്ന്. കേന്ദ്രത്തിന്റെ സാധാരണ ഇന്റലിജൻസ് സംവിധാനം ഒന്നും അല്ല പ്രീതെ. കേരളത്തിലെ BJPയുടെ സംഘടനാ സംവിധാനം അറിയാൻ, ആരാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ അവർക്കൊരു ഫോൺ കോൾ ചെക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഒരു ഫോൺ കോൾ ഒരു വ്യക്തിയുടെ ചെക്ക് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റലിജൻസ് ലിങ്കിലൂടെയൊക്കെ തിരക്കിയാൽ ആരാണ് ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ആരാണ് ഇതിൽ കളിച്ചിരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് ഈ മാധ്യമങ്ങളെ ഉരുട്ടിക്കൊണ്ട് ബഹളം വെച്ചുകൊണ്ടൊന്നും സംസ്ഥാന പ്രസിഡന്റിനെതിരെയോ അല്ലെങ്കിൽ സംഘടനയ്ക്കെതിരെയോ സംഘടനയെ ഇല്ലാതാക്കാമെന്നൊന്നും ആരും ചിന്തിച്ചാൽ അത് നടക്കില്ല. അത് വ്യക്തമായി സംഘടനയ്ക്കറിയാം.